മാമ്പഴംപത്തിന്റെ ഈ വേദിയിൽ ഇനിയൊരു തുള്ളൽ കവിതയുമായി എത്തുന്നു കൃതിക. കൃതിക നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു മാലാഖ കുട്ടിയായിട്ടാണല്ലോ മാമ്പഴത്തിന്റെ ഈ വേദിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത്? ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം ഓട്ടംതുള്ളലിലെ നളനും ഹംസവും തമ്മിലുള്ള സംഭാഷണ ഭാഗമാണ് ചൊല്ലുന്നത്. വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നന്ദി ചേച്ചി. സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം, നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം, നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ, തങ്കമകത്തൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും, കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപ്പനു കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൻ, കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടു പിടിച്ചു മുറുക്കിക്കൊണ്ട അരജൻ ചെന്നിഹ തൊട്ടതു നേരം, അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നം താൻ ചടുതിയുണർന്നു, അരുതരുതെന്നെ കൊല്ലരുതെന്നും അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരയങ്ങു പറഞ്ഞു തുടങ്ങി. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. അവരുടെ വാക്കുകളിങ്ങനെ കേട്ടത കുവലയ നയനൻ നളനരപാലൻ, ശിവ ശിവ എന്നുടനരയന്നത്തെ ജവമുടുവിട്ടുര ചെയ്തു പതുക്കെ, കനകമയാകൃതിയാകിയ നിന്നെ കനിവൊടു കണ്ടതു കൊണ്ട കടാരി, ഘനതരമായൊരു കൗതുകമുളവായി മനസാവാചാ സത്യം തന്നെ, ഘനതരമായൊരു കൗതുകമുളവായി മനസാവാചാ സത്യം തന്നെ. ക്ഷോണിതലങ്ങളിൽ ഇങ്ങനെയൊരു വക കാണുന്നില്ലതു കൊണ്ടു ഭവാനെ, പാണിതലത്തിലെടുപ്പാൻ ബന്ധം പ്രാണവധത്തിനു ഭാവിച്ചല്ലേ. മന്നവനിങ്ങനെയുര ചെയ്തപ്പോൾ അന്നം ധരണിയിൽ നിന്നെഴുന്നേറ്റു, ഒന്നു കുടഞ്ഞു ശരീരമശേഷം, ഒന്നു കുടഞ്ഞു ശരീരമശേഷം തന്നുടെ ചിറകും വീശിയിരുന്നു. നിഷധ കുല കമലവന ദിനകരധരാപതേ നീതിശാസ്ത്രാംബുധേ കേൾക്കമേ വാക്കുകൾ, വിഭവമൊടു വിലസിന വിദഗ്ധ ഭൂമണ്ഡലെ വീരനാം ഭൂമിപാലൻ തന്റെ പുത്രിയായി. സുമുഖി ദമയന്തി എന്നുണ്ടൊരു കന്യക, സുമുഖി ദമയന്തി എന്നുണ്ടൊരു കന്യക, സുന്ദരികളിന്നവളെ വന്ദിക്കുമാകവേ. പല വടിവും വന്നു ചമഞ്ഞു, പല വടിവും വന്നു ചമഞ്ഞു, തലമുടിയും വന്നു തികഞ്ഞു, തലമുടിയും വന്നു തികഞ്ഞു, മുലയിണയും മാറുകവിഞ്ഞു, മലശരനും മെല്ലയണഞ്ഞു, പല വടിവും വന്നു ചമഞ്ഞു, തലമുടിയും വന്നു തികഞ്ഞു, മുലയിണയും മാറുകവിഞ്ഞു, മലശരനും മെല്ലയണഞ്ഞു, കിളിമൊഴിതാനൊന്നു പകർന്നു, കളി പുതുമയ്ക്കാശ വളർന്നു, കളവചന പ്രൗഢി മുതിർന്നു, നളനൃപതേ നളനൃപതേ കാമമുയർന്നു. ദമനുടെ സോദരിയാകിയ കന്യക, ദമനുടെ സോദരിയാകിയ കന്യക ദമയന്തിക്കു വിവാഹമടുത്തു, കമലവിലോചനയാളെ നിനച്ച ഭൂവിതിലതിനൊരു പുരുഷരുമില്ല. മലശര പരവശരായി വന്നിടിന പല പല നൃപതികളവളെ ലഭിപ്പാൻ പലതരമങ്ങു പ്രയത്നം ചെയ്തു, പലതരമങ്ങു പ്രയത്നം ചെയ്തു, ഫലമതു പിന്നെ കണ്ടാലറിയാം. ഒരുവൻ കൊണ്ടു തിരിക്കും മുൻപേ, ഒരുവൻ കൊണ്ടു തിരിക്കും മുൻപേ തരസാചെന്നു വശത്താക്കേണം, ഒരുവൻ കൊണ്ടു തിരിക്കും മുൻപേ തരസാചെന്നു വശത്താക്കേണം, ഒരുവൻ കൊണ്ടു തിരിക്കും മുൻപേ തരസാചെന്നു വശത്താക്കേണം.
കൃതിക നല്ലൊരു ഓട്ടംതുള്ളൽ അവതരണം കണ്ട പോലെ തരസ ഞങ്ങളെയൊക്കെ വശത്താക്കി എന്ന് തോന്നുന്നു പ്രേക്ഷകരെല്ലാം. എങ്കിലും എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ് ഈ വെള്ള ഉടുപ്പ് എന്ന്. അരയന്നത്തെ അല്ലെ, അരയന്നത്തെ അനുസ്മരിപ്പിക്കാനാണ് ഈ ഒരു വസ്ത്രധാരണം. എന്തായാലും എങ്ങനെ ചൊല്ലി ഈ തുള്ളൽ കവിത എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. കൃതികേ, സർ, സ്ക്രീനിൽ അരയന്നത്തെ കണ്ടപ്പോൾ അരയന്നം ഏതാണ് കൃതിക ഏതാണെന്ന് എനിക്ക് സംശയമായി. സസന്ദേഹം അലങ്കാരം അല്ലേ? സാദൃശ്യത്താൽ സ്മൃതി ഭ്രാന്തി സന്ദേഹങ്ങൾ കത്തിക്കയിൽ സ്മൃതിമാൻ ഭ്രാന്തിമാൻ പിന്നെ സസന്ദേഹവുമായിടും. അപ്പൊ സ്മൃതിമാനും ഭ്രാന്തിമാനും സസന്ദേഹവുമായ അലങ്കാരങ്ങളൊക്കെ ഒറ്റ പെർഫോമൻസിൽ കൃതിക എൻ്റെ മനസ്സിലേക്ക് ഉണർത്തി. അതുമാത്രമല്ല മനോഹരമായിട്ട് ഇത് ആലപിക്കുകയും ചെയ്തു. കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം, അതിൻ്റെ ആ 3 താളവഴക്കം, ആ 3 താളവഴക്കത്തെയും അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് ആലപിക്കാൻ പറ്റി. അതാണ് അതിൻ്റെ ഭംഗി. വേണ്ട മാത്രമല്ല ഓരോ സന്ദർഭത്തിലും അതിൻ്റെ ഭാവഹാവാദികളും മുഖത്തെ സ്തോഭങ്ങളും ഒക്കെ വരുത്തി വളരെ തന്മയത്വത്തോടു കൂടി അതിനെ കൊണ്ടുവരാൻ പറ്റി. മറ്റത് കൃത്രിമമാണെന്ന് തോന്നുന്നു. നമ്മൾ കൃത്രിമമായിട്ട് ഭാവഹാവാദികൾ കൊണ്ടുവന്നാൽ കാവ്യാലാപനം വളരെ മുഷിപ്പനാവും. വളരെ സ്വാഭാവികമായി നൈസർഗികമായി കവിതയ്ക്കൊപ്പം വിടരുന്നത് പോലെ മുഖത്ത് ഭാവങ്ങൾ വന്നാൽ അതിന് സൗന്ദര്യമുണ്ട്. അല്ലെങ്കിൽ ഇത് ആംഗ്യപ്പാട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പം അതിൽ കൃതിക കവിത ഉൾക്കൊണ്ടതിൻ്റെ ഒരു ഗുണമുണ്ടായി. നളചരിതവും ഉണ്ണായി വാര്യരും ഒക്കെ കൂടി ചേർന്ന ഒരു ഭാവാന്തരീക്ഷം വളരെ ഭംഗിയായി തന്നെ കൃതികയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റി. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. കൃതിക നന്നായിട്ട് അവതരിപ്പിച്ചു മോളെ. അപ്പോൾ തീർച്ചയായും ഇത്ര മനോഹരമായി അവതരിപ്പിച്ചു. കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ അതുപോലെ ഈ മനസ്സാ വാച സത്യം തന്നെ എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ടുള്ള ആ വരികളൊന്ന് ചൊല്ലിയോ മോളെ. ക്ഷോണിതലങ്ങളിൽ ഇങ്ങനെയൊരു വക കാണുന്നില്ലതു കൊണ്ടു ഭവാനെ പാണിതലത്തിലെടുപ്പാൻ ബന്ധം പ്രാണവധത്തിനു ഭാവിച്ചല്ലേ. പ്രാണവധത്തിന് ഭാവിച്ചല്ലേ എന്ന് ഭാവിച്ചല്ലേ എന്നാണ്, അല്ല അതിനല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഭാവിച്ചല്ലേ എന്ന് ചൊല്ലിയാലുണ്ടാകുന്ന അതിനാണല്ലോ അത് ഭാവിച്ചല്ലേ അതെടുത്തത് എന്ന് തോന്നും നമുക്ക്. അർത്ഥം അതല്ല, ഒരിക്കലും അങ്ങനെ ഭാവിച്ചല്ലേ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വൈകാരികതയുടെ നേരെ തിരിച്ചുള്ള ചിന്ത ഉണ്ടാക്കാത്ത തരത്തിൽ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ. ബാക്കി വളരെ സുന്ദരമായിട്ട് ആലപിച്ചു. ആശംസകൾ. നന്ദി സർ. കൃതിക, നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. കൃതിക, മുരുകൻ ചൂണ്ടിക്കാണിച്ച ദോഷം തന്നെയാണ്. എങ്കിലും ഞാനിതിൻ്റെ ആകത്തുക സൗന്ദര്യം കൊണ്ട് ആ ദോഷത്തെ കാണാതെ തൽക്കാലം ഞാൻ 50-ൽ 49 മാർക്ക് തരും. നന്ദി സർ. മുരുകൻ സർ. തീർച്ചയായും നന്നായി ചൊല്ലി മോള്. എന്നാലും ഇത് ഒരു സെമി ഫൈനൽ മത്സരമാണ്. എല്ലാ പോരായ്മകളെയും ശ്രദ്ധിക്കേണ്ട സമയമാണ്. 50-ന് 48. നന്ദി സർ. കൃതിക 100-ൽ 97 മാർക്കാണ് ലഭിച്ചത്. വളരെ നല്ല അഭിപ്രായങ്ങളും കേട്ടുകഴിഞ്ഞു. അഭിനന്ദനങ്ങൾ.